ശ്രീ കെ വി രാജശേഖരൻ, ഈ പുതിയ സെൻസസ് പ്രകാരം രാജ്യത്ത് മണ്ഡല പുനർവിഭജനം ഉണ്ടാകുമോ? ഇതിൽ ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങൾ ഒരുപക്ഷെ ആശങ്കപ്പെടുന്നുണ്ട്. അത്തരത്തിലൊരു ആശങ്കയ്ക്ക് എന്തെങ്കിലും തരത്തിലുള്ള സാധുതയുണ്ടോ? ആശങ്കയ്ക്ക് തീർച്ചയായും സാധുതയുണ്ട്. പക്ഷെ അതിനെക്കുറിച്ച് തമിഴ്നാട് മുഖ്യമന്ത്രി സ്റ്റാലിനും മറ്റും ചില വലിയ ഭയങ്കര ഒരു അപകടാവസ്ഥ എത്തിക്കഴിഞ്ഞ മട്ടി പ്രതികരിക്കുന്നുണ്ട്. അതിനൊരു ഉദാഹരണം ഞാൻ പറയാം. പ്രത്യേകിച്ചും വടക്കൻ ഏരിയകളിൽ പറയാറുണ്ട്, മലബാറിലൊക്കെ പറയാറുണ്ട്, നദി വറ്റുകയും തുടലറ്റുകയും ചെയ്താൽ കടി പറ്റുക തന്നെയാണ് എന്ന് പറഞ്ഞാൽ, നിറഞ്ഞൊഴുകുന്ന നദിയുടെ അപ്പുറത്തെ വീട്ടിലെ മതിലിനുള്ളൊരു പട്ടിയെ പൂട്ടിയിട്ടിരിക്കുകയാണ്. അപ്പം ഇപ്പുറത്ത് നിൽക്കുന്ന വിദ്വാനങ്ങ് വിചാരിച്ചു പോവുകയാണ് ഈ നദി അങ്ങ് വറ്റുക, അപ്പുറത്തെ വീട്ടിൽ പൂട്ടിയിട്ടിരിക്കുന്ന പട്ടിയുടെ തുടൽ പൊട്ടുകയും ചെയ്താൽ അതെന്നെ വന്ന് കടിക്കുമെന്ന് പറഞ്ഞ് ഈ നിറഞ്ഞ നദിയുടെ ഇക്കരെ നിൽക്കുന്നയാൾ വാലും പൊക്കി ഓടുന്നൊരു സാഹചര്യം ഉണ്ടല്ലോ എന്ന് പറയുന്ന രീതിയിലാണ് സ്റ്റാലിൻ ഇപ്പം ഈ വിഷയമായിട്ട് വന്നിരിക്കുന്നത്. സ്റ്റാലിനോടൊപ്പം നിൽക്കാൻ വേണ്ടി പിണറായി വിജയനെ കൂടെ കൂട്ടുന്നുണ്ട്, കേരള മുഖ്യമന്ത്രി കൂടെ കൂട്ടുന്നുണ്ട്. മറ്റ് സംസ്ഥാനങ്ങളിലെ ഇപ്പം ഇതുപോലെ സംഖ്യ കുറയാൻ സാധ്യതയാണ്. പഞ്ചാബ്, ഹരിയാന, ഇവിടെയൊക്കെ സംഖ്യ കുറയും എന്നാണ് ജനസംഖ്യയുടെ അടിസ്ഥാനത്തിൽ കുറയും എന്നാണ് പറയുന്നത്. ഇത് പറയുമ്പോൾ ഒരു പ്രധാനപ്പെട്ട ഘടകം എനിക്ക് ആദ്യം ഒരു കാര്യം അങ്ങോട്ട് ചോദിക്കാനുള്ളത്, ശരിയാണ്, ഭരണഘടനാ പ്രകാരം നമ്മുടെ ഭരണഘടന എന്താ പറയുന്നത്? വി ദ പീപ്പിൾ ഓഫ് കൺട്രി ഗിവ് ടു അവർ സെൽഫ്. ഞങ്ങൾ, ഈ രാജ്യത്തെ ജനങ്ങൾ ഞങ്ങൾക്ക് തന്നെ ഈ ഭരണഘടന നൽകുന്നതാണ് പറഞ്ഞത്. അപ്പം ജനാധിപത്യമാണ് വ്യവസ്ഥ. ആ ജനാധിപത്യ വ്യവസ്ഥയ്ക്ക് അതിൻ്റെ വഴി എളുപ്പമാക്കുന്നതിനുള്ള മാർഗം എന്താ പറഞ്ഞിരിക്കുന്നത്? ജനങ്ങളുടെ പ്രതിനിധിയാണ് ഭരിക്കുന്നത്. അപ്പോൾ എത്ര ജനങ്ങൾക്കാണ് പ്രതിനിധി വേണ്ടെന്നുള്ളതിനെ കുറിച്ച് കണക്കാക്കുന്നതിന് വേണ്ടി ഡോക്ടർ ഭീംറാവ് രാംജി അംബേദ്കർ അദ്ദേഹം ആ കണ്ട സംവിധാനമാണ് ജനസംഖ്യാനുപാതികമായിട്ട് ലോകസഭയിലെ അംഗങ്ങളെ നിശ്ചയിക്കുക, നിയമസഭയിലെ അംഗങ്ങളെ നിശ്ചയിക്കുക, ജനസംഖ്യാനുപാതികമായിട്ട്. ആ ജനസംഖ്യാനുപാതികം എന്ന് പറയുമ്പം ജനസംഖ്യ അറിയാൻ വേണ്ടി സെൻസസ് ഉണ്ടാവണം. സെൻസസ് കഴിയുമ്പം ഇപ്പം 540 ആണെങ്കിൽ ഒരു സെൻസസ് കഴിയുമ്പോഴത്തേക്ക് ജനസംഖ്യ കൂടുതലാകുകയാണെങ്കിൽ, ഇപ്പോൾ ഉദാഹരണത്തിന് ഇപ്പോഴത്തെ നമുക്കുള്ള ലോകസഭ അംഗങ്ങളുടെ സംഖ്യ എന്ന് പറയുന്നത് 54 കോടി ജനങ്ങളുള്ള കാലത്തെ 71-ലാണെന്ന് എനിക്ക് തോന്നുന്നു. 71-ലെ സെൻസസ് അനുസരിച്ചിട്ട് 54 കോടി ജനങ്ങളുള്ള കാലത്തെ ജനസംഖ്യയാണ് അനുസരിച്ചാണ് 10 ലക്ഷം പേർക്ക് വരുന്നതെന്ന് പറയാവുന്ന ശരാശരിയിൽ 540 മെമ്പർ പറഞ്ഞിരിക്കുന്നത്. ഇന്ന് 145 കോടി ജനങ്ങളുണ്ട്. അപ്പോൾ ജനസംഖ്യ ഏതാണ്ട് 3 ഇരട്ടി വർദ്ധിച്ചില്ലേ? അപ്പോൾ ആ വർദ്ധിച്ച സാഹചര്യത്തിൽ 3 ഇരട്ടി അംഗങ്ങൾ ലോകസഭ വരണ്ടേ? അല്ലെങ്കിൽ ഈ 10 ലക്ഷം എന്നുള്ളതിൻ്റെ 20 ലക്ഷമായോ 15 ലക്ഷമായോ കുറയ്ക്കണം, വേണമല്ലോ. ഇതൊക്കെ ചർച്ച ചെയ്യാവുന്ന വിഷയമാണ്. ഈ ജനസംഖ്യാനുപാതികമായിട്ട് ചെയ്യുന്ന കാര്യത്തിനെ മാറ്റിവെക്കേണ്ട ഒരു സാഹചര്യം വന്നത് ഭാരതത്തിൽ ജനന നിയന്ത്രണം, കുടുംബാസൂത്രണം പോളിസിയായിട്ട് എടുത്തപ്പം അത് ആത്മാർത്ഥമായിട്ടും ആ കാര്യം അംഗീകരിച്ച സംസ്ഥാനങ്ങളാണ് കേരളവും ഒരു പരിധിവരെ തമിഴ്നാടും മറ്റു പല സംസ്ഥാനങ്ങളും. ഉത്തർപ്രദേശിലും ബീഹാറിലും ഈ പറയുന്നത് പോലുള്ള നിയന്ത്രണം ഉണ്ടായില്ല. അതുകൊണ്ട് അവരുടെ ജനസംഖ്യ വർദ്ധിച്ചു, നമ്മുടേത് കുറഞ്ഞു. അതുകൊണ്ട് ഇപ്പോഴൊരു സെൻസസും ജനസംഖ്യാ കണക്കെടുപ്പും പുതിയ പുനർനിർണ്ണയം ഉണ്ടാവുകയാണെങ്കിൽ അവർക്ക് കൂടുതൽ സീറ്റുകൾ കിട്ടാനുള്ള സാധ്യതയുണ്ട്, നിഷേധിക്കാൻ പറ്റില്ല അത്. ഇനിയും അതിന് വേറൊരു കാര്യം, അതിന് അവിടെ തന്നെ ഒരു കാര്യമുണ്ട്. രാഹുൽ ഗാന്ധിയുടെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ പ്രഖ്യാപനം നടത്തിയിരുന്നു, ജിത്തന സംഖ്യ ഉത്തന ഹക്ക്. എത്രയാണ് നിങ്ങളുടെ സംഖ്യ അത്രയാണ് അവകാശം വേണ്ടതെന്ന് രാഹുൽ ഗാന്ധി പറഞ്ഞിരുന്നു. ആ രാഹുൽ ഗാന്ധിയും സ്റ്റാലിനും പിണറായി വിജയനും ഒക്കെ പറയുന്നത് ഭരണഘടന സംരക്ഷിക്കണമെന്നുമാണ്. അപ്പോൾ രാഹുൽ ഗാന്ധിയുടെ വാഗ്ദാനം അനുസരിച്ചാണെങ്കിലും ഭരണഘടന അനുസരിച്ചാണെങ്കിലും ഈ കാര്യത്തിനകത്ത് നമുക്ക് വിട്ടുവീഴ്ച ചെയ്യാൻ പറ്റില്ല ഇപ്പം. പക്ഷേ നരേന്ദ്രമോദിയും അമിത്ഷായും ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്, ഇതിൻ്റെ പേരിൽ തെക്കൻ സംസ്ഥാനങ്ങൾക്കോ ഏതെങ്കിലും സംസ്ഥാനങ്ങൾക്കോ അമിത്ഷാ വ്യക്തമായും പറഞ്ഞു കഴിഞ്ഞു,
അവരുടെ സീറ്റിൽ കുറവ് വരാതെ ഞങ്ങൾ നോക്കുന്നതായിരിക്കും എന്ന് കൃത്യമായി ഉറപ്പ് പറഞ്ഞു. അതിൻ്റെ പ്രോസസ്സ് ആയിട്ടില്ല. സെൻസസ് നടക്കണം, അതിന് സമയമെടുക്കും. അതിനുശേഷം വേണം ഈ ഡീലിമിറ്റേഷൻ എക്സസൈസ്. അതും സമയമെടുക്കുന്ന എക്സസൈസാണ്. അതൊന്നും ആകുന്നതിന് മുമ്പ് തന്നെ ഇവിടെ കിടന്ന് ബഹളം ഉണ്ടാക്കിയിട്ട് ആവശ്യപ്പെടുന്നത്, ഇപ്പോൾ സ്റ്റാലിൻ ആവശ്യപ്പെടുന്നത് 30 കൊല്ലത്തേക്ക് വീണ്ടും ഇത് ഫ്രീസ് ചെയ്യണമെന്നാണ്. ഈ ഫ്രീസ് ചെയ്യാന്ന് പറയുമ്പം അങ്ങനെ ചോദ്യം ചോദിക്കാം. ആ ചോദ്യം പ്രതീക്ഷിച്ചുകൊണ്ട് ഉത്തരം പറയുക. ഇന്ദിരാഗാന്ധിയാണ് ആദ്യം ഈ ജനസംഖ്യാനുപാതികമായ ഈ നിയോജക മണ്ഡല നിർണയത്തെ ഫ്രീസ് ചെയ്തത്. 54 കോടിയിൽ ഫ്രീസ് ചെയ്ത് ഇന്ദിരാഗാന്ധിയാണ്. 1976 ഇന്ദിരയുടെ ഫാസിസ്റ്റ് ഭരണം തുടരണം, ശേഷം മകനെ പ്രധാനമന്ത്രിയാക്കണം. ഇതിനൊക്കെ പറ്റുന്ന രീതിയിൽ ഒരു രീതിയായിട്ടാണ് 30 കൊല്ലത്തേക്ക് ആ സീറ്റോടെ ഫ്രീസ് ചെയ്തത്. ഒപ്പം തന്നെ സഞ്ജയ് ഗാന്ധി ഡൽഹിയിലും മറ്റും തുർക്കുമാൻ ഗേറ്റിലും മറ്റും ടാർഗറ്റ് ചെയ്ത് നോട്ടമിട്ട് മുസ്ലിം ജനസമൂഹത്തിൻ്റെ എണ്ണം കുറയ്ക്കാൻ വേണ്ടിയിട്ടുള്ള വളരെ ക്രൂരമായ നടപടികൾ എടുക്കുകയും ചെയ്തതാണ്. അപ്പോൾ ഒരു വഴിക്ക് മുസ്ലിം ജനസംഖ്യ കുറയ്ക്കാൻ വേണ്ടി പരിശ്രമിക്കുന്നു, വേറൊരു വഴിക്ക് കൂടെ ഇത് രണ്ടും ചെയ്ത് ഇന്ദിരാഗാന്ധിയാണ്. ഫാസിസ്റ്റ് ഭരണത്തിൽ ഇന്ദിരാഗാന്ധിയാണ്. അത് പിന്നീട് ഇന്ദിരാഗാന്ധി അത് 2002 വരെയാണ് നീട്ടിയിരുന്നത്. അത് വീണ്ടും അടുത്ത ഗവൺമെൻറ് വന്നപ്പോഴത്തേക്ക് അവർ 2026 വരെയും ഫ്രീസ് ചെയ്തു. അതുകൊണ്ടാണ് ഫ്രീസ് ചെയ്ത് അങ്ങനെ ഇരിക്കുന്നത്. ഇപ്പം നമ്മുടെ സ്റ്റാലിൻ പറയുന്നത് 30 കൊല്ലം കൂടെ വീണ്ടും ഫ്രീസ് ചെയ്യണമെന്നാണ്. ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ. 971 സെൻസസാണ് 30 പഴയ സെൻസസ്. അതനുസരിച്ച് വേണം ഇപ്പോഴും എന്നാ പറയുന്നത്, സമ്മതിച്ചു. റേഷൻ കാർഡ് അങ്ങനെ ഒന്നും സമ്മതിക്കുമോ? റേഷൻ കാർഡ് 71 റേഷൻ കാർഡിലുള്ളവരുടെയൊക്കെ പേര് മതി, പിന്നെയുള്ള ആരുടെയും വേണ്ടെന്ന് പറയാൻ പറ്റുമോ? അതിനുശേഷം ജനിച്ചവർ മരിച്ചു കഴിഞ്ഞിരിക്കുന്നു. പിന്നെ കുടുംബാസൂത്രണ കാര്യങ്ങൾക്ക് വേണ്ടി ഏറ്റവും വലിയ സംഭാവന ഇത് തെക്കെന്താന്ന് പറയുമ്പോൾ ഇതിപ്പോൾ വേറൊന്നും പറയുന്നുണ്ട്. പരമാവധി കുട്ടികൾ ഉണ്ടാകുന്നതിന് വേണ്ടി പുതിയ ദമ്പതികൾ സമയം കളയാതെ തുടങ്ങിക്കൊള്ളാനാണ് സ്റ്റാലിൻ്റെ അടുത്തത്. ഈ ഉപദേശം സാർ ക്ഷമിക്കണം, സ്റ്റാലിൻ ആദ്യം കൊടുക്കേണ്ടിയിരുന്നത്, അല്ലെങ്കിൽ കുടുംബാസൂത്രണ കാര്യങ്ങൾ കൂടെ പരിമിതി പെടുത്തിയുള്ള കുടുംബത്തിനുള്ള നീക്കം കരുണാനിധി പാലിച്ചിട്ടുണ്ടോയെന്ന് അന്വേഷിച്ചിട്ട് വേണം സ്റ്റാലിൻ ഇതുപോലുള്ള വിവരക്കേടുകൾ എഴുന്നള്ളിക്കുന്നത്. അപ്പോൾ അന്നും ദേശത്തിൻ്റെ ആ ജനസംഖ്യാ നിയന്ത്രണ പദ്ധതിയുമായി സഹകരിച്ചൊരു കുടുംബമായിരുന്നില്ല അത്. പിന്നെ അത് വേറൊരു വിഷയം. ഇപ്പം തിരിച്ചു വന്നപ്പോഴും അവർ പറയുന്ന ന്യായം എന്താണെന്ന് മനസ്സിലാക്കുന്ന ബുദ്ധിമുട്ടുണ്ട്. അതവിടെ നിൽക്കട്ടെ. എൻ്റെ അടിസ്ഥാന ചോദ്യം, അങ്ങേക്കറിയാം, അങ്ങ് വളരെ കൃത്യമായി വീക്ഷിക്കുന്നയാളാണ്. 2004 മുമ്പാണെന്ന് എനിക്ക് തോന്നുന്നു, 4 ഇലക്ഷന് കോട്ടയത്ത്, പത്തനംതിട്ടയിൽ, ആലപ്പുഴയിൽ എത്ര സഭകൾ ഉണ്ടായിരുന്നു നിങ്ങൾക്ക് അങ്ങേക്കറിയോ? മണ്ഡലങ്ങൾ ഉണ്ടായിരുന്നു നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? പത്തനംതിട്ടയിലെ കുറഞ്ഞ സംഖ്യ എനിക്കറിയാം, 2 പേരെ കുറച്ചു. പത്തനംതിട്ട മണ്ഡലത്തിൽ നിന്ന് പത്തനംതിട്ടയും കുറച്ചു, കല്ലുപ്പാറയും കുറച്ചു, 2 മണ്ഡലം കുറച്ചു ഉണ്ടായതിനകത്തുനിന്ന്. കോട്ടയത്തു നിന്നും 2 കുറച്ചു, ആലപ്പുഴ 1 കുറച്ചു, 5 കുറച്ചു. ഇതാ ഏത് മണ്ഡലം, ഏത് പഞ്ചായത്ത്, ഏത് ജില്ലയിലാണ് കിട്ടിയെന്നറിയാം? അങ്ങനെ അറിയുമോ? അത് ഓർക്കുന്നുണ്ടാവും. ഇവിടെ കുറഞ്ഞ് 140 സീറ്റേ ഉള്ളൂ നമുക്ക്. അപ്പം അവിടെ 5 എണ്ണം ഈ ആലപ്പുഴയിലും കോട്ടയത്തും പത്തനംതിട്ടയും കുറച്ചത് കിട്ടിയത് എവിടെയാണെന്ന് അങ്ങ് ഓർക്കുന്നുണ്ടോ? എടുത്ത് നോക്കിയാൽ മതി, മലപ്പുറത്ത്. കാരണം 140 നിർത്തണമല്ലോ. മലപ്പുറത്ത് 4 സീറ്റ് കൂടി. അന്നീ പ്രശ്നമില്ലായിരുന്നോ? കോട്ടയത്തെയും ആലപ്പുഴയിലെയും പത്തനംതിട്ട ആളുകൾ, അവിടെ ജീവിക്കുന്ന സമൂഹം ഏത് മതമാണെങ്കിലും അവർ കുടുംബാസൂത്രണത്തിൽ സർക്കാർ നിയന്ത്രണം പാലിച്ചത് കൊണ്ട് അവരെ ശിക്ഷിച്ചിട്ട് അത് പാലിക്കാതെ അംഗസംഖ്യയെ കഴിയുന്നത്ര കൂട്ടിയ ജില്ല മലപ്പുറം. അങ്ങോട്ട് 4 സീറ്റ് കൊടുത്തത്. ഇപ്പം ശരി, സ്റ്റാലിൻ്റെ ആവശ്യം പോലെ ജനസംഖ്യാനുപാതികമായിട്ട് പാടില്ല എന്ന് പറയുമ്പം ആ തെറ്റ് തിരുത്താൻ കോട്ടയത്തിന് 1 സീറ്റും 2 സീറ്റും പത്തനംതിട്ടയ്ക്ക് 2 സീറ്റും ആലപ്പുഴയ്ക്ക് 1 സീറ്റും തിരിച്ചു കൊടുത്തിട്ട് കേന്ദ്ര ഗവൺമെൻറ്റിനോട് ജനസംഖ്യാനുപാതികമായ സെൻസസ് വേണ്ട എന്ന് പറയാൻ
ഈ സ്റ്റാലിനും പിണറായിക്കും കഴിയുമോ? തന്നെയല്ല, ഇതേ സംഗതി തന്നെ നമ്മൾ അടിസ്ഥാനപരമായി പഠിച്ചു കഴിഞ്ഞാൽ തമിഴ്നാട്ടിൽ ഇത് തന്നെ അവസ്ഥ. നിയമസഭയുടെ കാര്യത്തിൽ അവിടെ ഇതുപോലുള്ള റീ അറേഞ്ച്മെൻറ്റ് ഉണ്ടായിട്ടുണ്ട്. ഇനി ഒരു കാര്യം കൂടെ ഞാൻ പറയുക. കേരളത്തിലെ പഞ്ചായത്ത് മുനിസിപ്പൽ വാർഡുകളുടെ വിഭജനം ഉണ്ടായപ്പോഴും അതിപ്പോൾ സുപ്രീം കോടതിയിൽ ഇന്നലെ അത് ചെന്നിട്ടുണ്ട്. 2011 സെൻസസ് ചെയ്തിരിക്കുന്നത്. 2011 സെൻസസ് വെച്ച് 2 പ്രാവശ്യം റിവൈസ് ചെയ്തിരിക്കുന്നു. സുപ്രീം കോടതി അതാ ചോദിച്ചിരിക്കുന്നത്, ഒരേ സെൻസസ് വെച്ച് 2 പ്രാവശ്യം എന്താ ചെയ്യുന്നത്? അതിലെന്തെങ്കിലും അസ്വാഭാവികമായ ഇടപെടലുകളില്ല എന്നൊരു സംശയമാണ് ഇന്നലെ ചോദിച്ചിരിക്കുന്നത്. കോടതിയിൽ മുമ്പിരിക്കുന്ന വിഷയമാണ്. അപ്പോൾ ഇവിടുത്തെ പഞ്ചായത്തുകളിൽ ജനസംഖ്യാനുപാതികമായ വിതരണം വേണം. അത് ഞങ്ങൾക്ക് ഗുണം ചെയ്യും. തമിഴ്നാട്ടിലും അത് വേണം. അസംബ്ലി കാര്യത്തിൽ പത്തനംതിട്ടയുടെ കുറയ്ക്കണം, കോട്ടയത്തിൻ്റെ കുറയ്ക്കണം, മലപ്പുറത്ത് കൂട്ടണം. പക്ഷെ അഖിലേന്ത്യാ ലെവലിൽ വരുമ്പോൾ ഉത്തർപ്രദേശ് കൂട്ടരുത്, മധ്യപ്രദേശ് കൂട്ടരുത്, ഇനി അവസാനം ഒരു വാചകം പറഞ്ഞ് നിർത്താറുത്. ഇവർ കരുതുന്ന പോലൊന്നുമല്ല. ഇവർ 2 ഉദ്ദേശം ഇവർക്കുണ്ട്. ഒന്ന്, ആ ഡീലിമിറ്റേഷൻ കഴിഞ്ഞിട്ടാണ് വനിതകൾക്കുള്ള സംവരണം നടപ്പിലാക്കുക എന്ന് കഴിഞ്ഞ ലോക്സഭ തീരുമാനിച്ചത്. അപ്പോൾ ആ വനിതാ സംവരണത്തിന് തടസ്സമുണ്ടാക്കുന്നതിനുള്ള പുതിയ വഴിയായിട്ടാണ് ഇത് സ്വീകരിച്ചിരിക്കുന്നതെന്ന് വനിതാ ദിനമായി ഇന്ന് സമൂഹം തിരിച്ചറിയണം. പിന്നെ മറ്റൊരു കാര്യം കൂടി പറഞ്ഞ് മാത്രം അവസാനിപ്പിക്കാം. അത് വേറൊന്നുമല്ല, ഉത്തർപ്രദേശിലെ മാത്രം എടുത്താൽ സീറ്റ് വർധന ഉണ്ടാവുകയാണെങ്കിൽ ഉത്തർപ്രദേശിലെ ന്യൂനപക്ഷ സമൂഹത്തിൻ്റെ സ്വാധീനത്തിൽ മാറ്റിമറിക്കാൻ ഇടയാകുന്ന സീറ്റുകളുടെ എണ്ണവും കൂടുകയാണെന്നുള്ള യാഥാർത്ഥ്യം അറിയാതെ സ്റ്റാലിനാണെങ്കിലും പിണറായി ആണെങ്കിലും ഇങ്ങനെ ഒരു ഇടപെടൽ നടത്തുന്നത് എൻ്റെ അഭിപ്രായത്തിൽ അത് ഭാരതീയ ജനതാ പാർട്ടിക്ക് അതും ഗുണമായിട്ട് തന്നെ ഭവിക്കും. അവർ മനസ്സിലാക്കുന്നെങ്കിലും മനസ്സിലാക്കട്ടെ. അത് മനസ്സിലാക്കിയില്ലെങ്കിലും ശരിയുടെ ഭാഗത്ത് ഭരണഘടന പറഞ്ഞതുപോലെ സ്വാഭാവികമായും നഷ്ടപ്പെടാൻ സാധ്യതയുള്ള സംസ്ഥാനങ്ങളുടെ താല്പര്യത്തെയും പരിഗണിച്ചുകൊണ്ട് ഭാരതത്തിന് സ്വീകാര്യമായ ഒരു രീതിയിലേക്ക് പൊതുചർച്ചയിലൂടെ എത്തിച്ചേരുന്നതിന് ആർക്കും എതിരില്ല. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.